കവി കടമ്പനിട്ട പറഞ്ഞിട്ടുണ്ട്, ഉച്ചത്തിലാവട്ടെ നിൻ മൊഴി എന്നാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗംഭീരമായൊരു അധ്യയന വർഷം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഉച്ചത്തിലാവട്ടെ നിൻ മൊഴി. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യും. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തുക. 1ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പ്രതീക്ഷിക്കുന്നു. കാലവർഷക്കെടുതിയെ തുടർന്ന് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. വിവരങ്ങളുമായി മുണ്ടൂരിൽ നിന്ന് ഇക്ബാൽ അറക്കൽ, കലവൂരിൽ നിന്ന് ശരത് SS, കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് സുനിഷ ഏലൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ സുനിഷയിലേക്ക് പോകുന്നു. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. ശരത് SS, വെരി ഗുഡ് മോർണിംഗ്. കലവൂരിലാണ് ശരത്തുള്ളത്, അവിടെയാണ് ഇന്ന് പ്രവേശനോത്സവം നടക്കുക. ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വരാം. സുനിഷ ഏലൂർ, കോട്ടൺ ഹിൽ സ്കൂളിൽ അതുപോലെ കുഞ്ഞുങ്ങൾ വന്നു തുടങ്ങിയോ? സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 53. പുറകിലൊരു കുറുമ്പനൊക്കെ നിൽക്കുന്നത് കാണാമല്ലോ. കുഞ്ഞിക്കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ യൂണിഫോമിലൊക്കെയാണ്. എന്താണ് വിശേഷങ്ങൾ സുനിഷ ഏലൂർ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഇതാ കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. 7:45 ഉള്ളൂ. 9 മണിയോടെ കുട്ടികളൊക്കെ തന്നെയും എത്തിത്തുടങ്ങും എന്നുള്ളതാണ്. ഞാൻ ഉള്ളത് കോട്ടൺ ഹിൽ LP സ്കൂളിലാണ്. ഇതാ കാണാൻ കഴിയും, മുഴുവനായി ഇങ്ങനെ അലങ്കരിച്ച് ഒരുക്കി, നേരത്തെ നമ്മുടെ പാട്ടിലൊക്കെ കേട്ട പോലെ ഒരു നല്ല ബലൂണും PP ഒക്കെ ആയി കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ടീച്ചർമാരൊക്കെ തന്നെയും ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ പറയും, എപ്പോഴും കുട്ടികളുടെ മനസ്സാണ് ഈ സ്കൂളുകളിലെ ടീച്ചർമാർക്ക് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ടീച്ചർമാരൊക്കെ ഇങ്ങനെ കളർ കോഡൊക്കെ ആയി ഇങ്ങനെ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കാണാം, ഇതാ ഒരു ക്ലാസ് മുറിയാണ്. 1B, 1ാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് B ക്ലാസ് ആണ്. ഇത് പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിത്രപ്പണികളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ കൂട്ടുകാരെ ഇങ്ങനെ കുട്ടികളെ സ്വീകരിക്കാനായി വിവിധ തരത്തിലുള്ള വർണ്ണക്കടലാസ് കൊണ്ടൊക്കെ തന്നെയും ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ കുട്ടികൾ 21 കുട്ടികളാണ് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് Bയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ A ഡിവിഷനൊക്കെ അപ്പുറത്തുണ്ട്. അങ്ങനെ കുട്ടികളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അവർക്കൊരു സ്വാഗതം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വർണ്ണങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണ പരിപാടി തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു ക്ലാസ് മുറിയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു അധ്യയന വർഷം കൂടിയാണ് അരുൺ ഇത്തവണ ഉള്ളത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രധാനമായും നിരവധി സമഗ്രമായ മാറ്റങ്ങൾ ഇത്തവണ ഈ അധ്യയന വർഷത്തോടനുബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെപ്പോഴും ക്ലാസ്സിലൊക്കെ വന്ന ക്ലാസ്സിലേക്ക് ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വരുന്നത് ഇനിയിപ്പോൾ 2 ആഴ്ച അത് അങ്ങോട്ട് ക്ലാസ് ആണ്, അയ്യോ നാളെ മുതൽ ക്ലാസ് തുടങ്ങുന്നൊക്കെയാണ്. പക്ഷേ ഇത്തവണ അതില്ല എന്നുള്ളതാണ്. പുസ്തകങ്ങളൊക്കെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ്സിലെ പുസ്തകങ്ങളാണ്. കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകമൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് നോക്കാൻ തോന്നുന്ന തരത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതായാലും 2 ആഴ്ച ക്ലാസ് ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതായത് മൂല്യാധിഷ്ഠിത പഠനമാണ് ഈ 2 ആഴ്ച ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പരിസര പഠനമുണ്ട്, ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളുണ്ട്, ലഹരിക്കെതിരായ പോരാട്ടമുണ്ട്, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഒപ്പം സൂംബ ഡാൻസ് അടക്കം ഇത്തവണത്തെ അധ്യയന വർഷത്തിലേക്ക് എത്തുന്നു എന്നൊരു മനോഹരമായ കാഴ്ചയാണ്. പെയിന്റിങ്ങുകളും മനോഹരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭിത്തിയിൽ നോക്കിയാൽ പൊട്ടിക്കിടക്കുന്ന ഭിത്തിയല്ല കാണാൻ കഴിയുക, നരച്ച ഭിത്തിയല്ല കാണാൻ കഴിയുക. നല്ല ചിത്രപ്പണികളുള്ള ഭിത്തികളിൽ മുന്നിൽ ഇരുന്നാണ് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്. സുനിഷ, ഞാൻ തിരികെ വരാം.